നമസ്കാരം. സമുദ്രവിഷൻ എന്നുള്ളത് SNDP യോഗം ആർ ശങ്കർ മെമ്മോറിയൽ ചാത്തന്നൂർ യൂണിയൻ ഉദ്ഘാടനത്തിൻ്റെ വേദിയിലാണ്. അവിടുത്തെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം സാറേ. ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ചും ഇത്തരത്തിലൊരു വലിയൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പറ്റിയതിനെക്കുറിച്ചും സാറിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യാമോ? ചാത്തന്നൂർ SNDP അതിർത്തിയിൽ 54 ശാഖായോഗങ്ങളാണുള്ളത്. ആ 54 ശാഖായോഗങ്ങളിലും ഏറെ സന്തോഷകരമായൊരു നിമിഷത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. തുടക്കത്തിൽ 2002 നാഷണൽ ഹൈവേയോട് ചേർന്നാണ് യൂണിയൻ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചത്. അന്ന് ശ്രീ സീതാറാം മലയാളിയാണ് ആ മന്ദിരം യൂണിയന് വേണ്ടി നിർമ്മിച്ചു നൽകിയത്. നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയപാത അതോറിറ്റി യൂണിയൻ ഓഫീസിൻ്റെ വസ്തുവും കെട്ടിടവും ഏറ്റെടുത്തതിനെ തുടർന്ന് അതിന് പകരമായിട്ട് ഇപ്പോൾ ഇവിടെ 22 സെൻറ്റ് സ്ഥലം വാങ്ങി 3300 സ്ക്വയർ ഫീറ്റിൽ ഒരു ബഹുനില മന്ദിരമാണ് ഇന്ന് യൂണിയൻ ആസ്ഥാന മന്ദിരമായി ശാഖാംഗങ്ങളുടെ മുന്നിൽ സമർപ്പിക്കപ്പെടുന്നത്. സംഘടനാ പ്രവർത്തനത്തിനപ്പുറം ശ്രീനാരായണ ദർശനവും സന്ദേശവും പ്രചരിപ്പിക്കുക എന്നുള്ളത് കൂടി ഈ ആസ്ഥാന മന്ദിരത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സമുദായാംഗങ്ങളുടെ ഏതൊരു ആവശ്യത്തിനും എത്തുവാൻ കഴിയുന്ന ഒരു കേന്ദ്രം, അതിനുവേണ്ടിയുള്ള സേവനങ്ങൾ ഈ ആസ്ഥാന മന്ദിരത്തിലുണ്ടാവും. 22 സെൻറ്റ് സ്ഥലമുണ്ട്. ഭാവിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം ലക്ഷ്യമിട്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ ആസ്ഥാന മന്ദിരം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമാക്കുക, ശ്രീനാരായണ ദർശനത്തിൻ്റെയും സന്ദേശങ്ങളുടെയും കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം. SNDP യോഗം ആർ ശങ്കർ മെമ്മോറിയൽ ചാത്തന്നൂർ യൂണിയൻ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടന കർമ്മം SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നിർവഹിച്ച് സംസാരിച്ചു. ഈ രാജ്യത്ത് നടക്കുന്നത് എന്താണ്? ഈ രാജ്യത്ത് സാമൂഹ്യ നീതി എന്ന ആ നീതി ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക്, നിരവധി പിന്നോക്ക സമുദായങ്ങൾക്ക് ഇന്ന് നിഷേധിക്കപ്പെട്ട ഒരു കനിയായി നിലനിൽക്കുകയാണ്. ഇതിൻ്റെ എല്ലാം കാരണം നമ്മൾ തന്നെയാണ് ഇതിൻ്റെ കാരണക്കാർ. മറ്റുള്ള സമുദായക്കാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്തു? നമുക്കും പറയാനുള്ളടുത്ത് പറയാനോ ഒന്നായി നിന്നും നന്നാകാൻ നമുക്ക് സാധിച്ചോ? നമ്മൾ ഒന്നിച്ചു നിന്നോ? ഒന്നിച്ചു നിന്നില്ല. ഒന്നിച്ചു നിന്നവരെവിടെ എത്തി? ഛിന്ന ഭിന്നമായി നിന്ന് നമ്മളെവിടെ എത്തി? ശങ്കർ സാറിന് ശേഷം 7 കോളേജ് നമുക്ക് എത്ര കിട്ടി? 3 ചാത്തന്നൂർ, ചെങ്ങന്നൂർ, ഷൊർണൂർ. അപ്പോൾ ഏത് സമുദായത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതൽ കിട്ടുന്നോ അവർ പ്രബുദ്ധരാകും. അവർക്ക് പഠിക്കാൻ അവസരം കിട്ടും, പഠിപ്പിക്കാൻ അവസരം കിട്ടും, സമ്പത്ത് ട്രഷറി നേരെ വാങ്ങാൻ അവസരം കിട്ടും. ഇതൊന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്ന ദുഃഖസത്യം നിലനിൽക്കുമ്പോഴാണ് നമ്മളെന്നും കരയാൻ വേണ്ടി വിധിക്കപ്പെട്ടവരായി മാറുന്നു. കാര്യം പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. ഗുരു പറഞ്ഞ് സംഘടിച്ച് ശക്തരാകാൻ പറഞ്ഞത് നമ്മൾ മറ്റുള്ളവൻ്റെ വേല് വിളിക്കാനല്ല. ഈ രാജ്യത്ത് സാമൂഹ്യ നീതി എന്ന് പറഞ്ഞ രാഷ്ട്രീയ നീതി, സാമ്പത്തിക നീതി, വിദ്യാഭ്യാസ നീതി, ഇന്ന് അർഹമായ പങ്കാളിത്തം നമുക്ക് ലഭിക്കാനുള്ള ഒരു കൂട്ടായ്മയ്ക്ക് ഒത്തുചേരലാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് എന്തുമാത്രം നമ്മൾ വിജയിച്ചു എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. SN ട്രസ്റ്റ് ബോർഡ് മെമ്പർ ശ്രീമതി പ്രീതി നടേശൻ ഭദ്രദീപം തെളിയിച്ചു. ചടങ്ങിൽ യൂണിയൻ പ്രസിഡന്റ് ശ്രീ BB ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് യൂണിയൻ സെക്രട്ടറി K വിജയകുമാർ സ്വാഗതം ആശംസിച്ചു. നമസ്കാരം സാറേ. നമ്മൾക്ക് ഇന്നൊരു ഭയങ്കര ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഒരു സെക്രട്ടറി എന്ന നിലയ്ക്ക് സാറിന് ഈ ഒരു സന്തോഷം ഞങ്ങളോട് എങ്ങനെ പങ്കുവയ്ക്കുന്നത്? നിങ്ങളോടൊപ്പം തന്നെ അതിയായ സന്തോഷമുണ്ട്. ഇത്ര ഒരു ബിൽഡിംഗ് കെട്ടി ഉയർത്തിയതിൽ നമ്മുടെ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു ബിൽഡിങ്ങൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിൻ്റെ പിന്നിൽ ഒത്തിരി കാഴ്ചപ്പാടുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ എങ്ങനെ പ്രാവർത്തികമാക്കാനാണ് ചെയ്യുന്നത്? കൂടുതലും പാവപ്പെട്ടവർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ, പിന്നോക്കം നിൽക്കുന്നവർക്ക് ഉപകാരപ്പെടുന്നതിൽ നമ്മളെ AC ഹാളുണ്ട്. കല്യാണത്തിന് ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കും. പാവപ്പെട്ടവരാണെങ്കിൽ ഒരു പൈസയും മേടിക്കത്തില്ല. അങ്ങനെ കുറേ പ്രവർത്തനങ്ങൾ ഇതിന് നടക്കും. അല്ലെ ഈ ആളുകൾക്ക് പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ തീരുമാനം. നമ്മുടെ SNDP യൂണിയൻ ഓരോ പ്രോജക്റ്റുകൾ വെക്കാറുണ്ടല്ലേ, വനിതകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ ഈ ബിൽഡിംഗ് ഒത്തിരി സഹായകരമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ നമ്മൾ ആൾറെഡി അജഗ്രഹം പദ്ധതി എന്ന് പറയുന്നൊരു വലിയ പ്രോഗ്രാം വനിതാ സംഘം പ്രവർത്തകർക്ക് ആടിനെ വിതരണം ചെയ്യുന്നു. അത് ഇപ്പോൾ ആട് പ്രസവിച്ച് കഴിഞ്ഞാൽ ആ ആട്ടിൻകുട്ടികൾ അവരുടെ സംഘത്തിൽ തന്നെ കൊടുക്കും. അങ്ങനെയുള്ളൊരു വലിയ പദ്ധതി നമ്മളിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് 1 വർഷമായി തുടങ്ങിയിട്ട്. അതുപോലെ നമ്മളെ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പിള്ളേർക്ക് നമ്മൾ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസി രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞ് ഇനി ശാഖായോഗം പ്രവർത്തകർക്കും അതുപോലെ നമ്മളെ പ്രൈം മിനിസ്റ്ററുടെ മറ്റേ സൂര്യ പദ്ധതി
ഇത് സൗരോർജ്ജം വയ്ക്കുന്ന അതിന് നമ്മൾ പരിപാടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ പരിപാടികൾ ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് ഒരുപാട് പരിപാടികൾ ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട്. ഓക്കെ, അജഗ്രഹം പദ്ധതിക്ക് എന്താണ് അതിന് എന്തെങ്കിലും മാനിപ്പുലേഷൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഒരു ഇതുമില്ല, ഒരു മാലിഫിക്കേഷനും ഇല്ല. നമ്മൾ വനിതാ സംഘത്തിന് ആടിനെ കൊടുക്കും, അവർ അതിൻ്റേതായ വനിതാ സംഘത്തിന് അടുത്ത ആടിനെ കൊടുക്കും, പ്രസവിക്കുമ്പോൾ വീണ്ടും വീണ്ടും കൊടുത്ത് അങ്ങനെ അവർ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ നമുക്കുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് ചെയ്യുള്ളൂ. അത് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം ഈ ചാത്തന്നൂർ മണ്ഡലത്തിൽ മൊത്തം ആയി കഴിയുമ്പോൾ നമ്മളെ മിൽമ മാതിരിയുള്ളൊരു കൺസെപ്റ്റിലേക്ക്, മിൽമ ഇങ്ങനെ ഒരു കൺസെപ്റ്റാണ്, അതേ കൺസെപ്റ്റിലേക്ക് ഇവരുടെ ആട് ഇറച്ചിയായാലും ശരി തന്നെ, ആടിൻ്റെ പാലായാലും ശരി മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനം നമ്മളെ സെൻട്രൽ പോയിന്റിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ന്യൂ ജനറേഷനെ സംബന്ധിച്ച് അവർ ഒത്തിരിയും ഫെസിലിറ്റി അതെ കൺസെപ്റ്റ് ഈ ന്യൂ ജനറേഷൻ്റെ കൺസെപ്റ്റ് വരെയാണ്, നമ്മളെ ഓൾഡ് കൺസെപ്റ്റാണ്. നമ്മൾ ആടും കോഴിയായിട്ട് ഇരിക്കും, അവരോട് അതല്ല. അതാണ് ഞാൻ പറഞ്ഞത്, അവർ പ്രോജക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഫീസിബിൾ ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വേണ്ടത് എല്ലാ സഹായവും ചെയ്തു കൊടുക്കും. അതിന് നമ്മളൊരു എക്സ്പെർട്ടായിട്ടുള്ള ഗ്യാങ് നമ്മളെ കയ്യിലുണ്ട്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ചാത്തന്നൂരിലെ യൂണിയൻ മന്ദിരവും വസ്തുവും ദേശീയപാത അതോറിറ്റി ഏറ്റെടുക്കുകയുണ്ടായി. അതേ തുടർന്നാണ് വളരെയേറെ സൗകര്യങ്ങളോടെ പുതിയ ആസ്ഥാന മന്ദിരം പണിതത്. യൂണിയൻ കൗൺസിലർ ശ്രീ കെ നടരാജൻ കൃതജ്ഞത രേഖപ്പെടുത്തി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തെ മുൻനിർത്തി യൂണിയൻ ആസ്ഥാന മന്ദിരത്തിന് ഒട്ടേറെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.